കാശ് വാങ്ങാത്ത ആളുകൾ വളരെ വിരളമാണ്. ഇന്ന് ആ വീട്ടിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മാത്രമല്ല, അന്തൂർ നഗരസഭാ ചെയർപേഴ്സണും CPM-നും വന്നിട്ടുള്ള ഈ പരിക്ക്, ആ പരിക്ക് ഇല്ലാതാക്കാൻ, പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഇവിടെ ഏതാണ്ട് CPM-ന്റെ കേഡേഴ്സ് ആയിട്ടുള്ള CPM പ്രവർത്തകന്മാർ ഇവിടുന്ന് കുറച്ചുകൂടി താഴോട്ട് പോയാൽ ഈ പ്രദേശത്ത് മുഴുവൻ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. അവർ പറയുന്നത് ഞങ്ങൾക്ക് പാർട്ടിയാണ് വരുന്നത്. സാജനല്ല, സാജൻ പോയല്ലോ. സാജൻ നിങ്ങൾ മരണത്തിലേക്ക് തള്ളിവിട്ടില്ലേ? സാജന്റെ കാശ് നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. സാജൻ ഉള്ളപ്പോ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും വന്ന് കാശ് വാങ്ങി പോയ ആ CPM-കാർ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം, ഇന്ന് നിങ്ങൾ നടത്തുന്ന അപവാദ പ്രചരണം, കള്ളപ്രചരണം, ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് നടത്തുന്ന കള്ളപ്രചരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്താണ് ലക്ഷ്യം? അവർ പറയുന്നത് പോലെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടാത്ത, ഒരു കുടുംബത്തിന് വേണ്ടാത്ത, ഒരു കുടുംബത്തെ ദ്രോഹിക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന പാർട്ടി. ആ പാർട്ടിയുടെ യഥാർത്ഥ അവസ്ഥ ഇന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെളിയിച്ചു കൊടുത്തു. ഇനിയും തെളിയിക്കും. ഇനിയും ജനങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഇവിടെ തെളിയിക്കും, ഈ അരയമ്പത്ത് തെളിയിക്കും, യാതൊരു സംശയവുമില്ല. ഈ ചിറക്കലിൽ തെളിയിക്കും, യാതൊരു സംശയവുമില്ല. ഇത്രയും നന്മയുടെ ഒരു പൂമരമായ, ഒരു പ്രതീകമായിട്ടുള്ള ഒരു യുവ വ്യവസായ സംരംഭകനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ പറഞ്ഞയച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധിക്കാരവും ധാർഷ്ട്യവും അതിപ്പോഴും ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിക്കണം. അത് നാടിന് ആവശ്യമാണ്. നമ്മൾ ആന്തൂരിൽ 2 ദിവസത്തെ പദയാത്ര നടത്തിയപ്പോൾ തീർച്ചയായിട്ടും ശ്യാമള ടീച്ചർ ചെയർപേഴ്സൺ അടുത്ത ദിവസം ആന്തൂരിലെ വീടുകൾക്കായി ഇറങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവം, CPM കുടുംബത്തിലെ പലരും ടീച്ചറെ ഇറക്കി വിട്ടു. എനിക്കൊരു പാളിച്ചയും പറ്റിയിട്ടില്ല, കോൺഗ്രസ്സുകാർ കള്ളപ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞ് വീട് കയറിയ ശ്യാമള ടീച്ചറോട് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, അരിയാഹാരമാണ് കഴിക്കുന്നത്, ഞങ്ങളെല്ലാം ടീച്ചർ ഇറങ്ങിക്കോ ദയവ് ചെയ്ത് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. മാടപ്പിടിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് ഒരു പാവം CPM-നെ സ്നേഹിച്ചു പോയി. COT നസീർ, ഒരു പൊതുപ്രവർത്തകൻ. നസീറിനെ കൊല്ലാൻ ആളുകൾ തീരുമാനിച്ചു. TP-യെ കൊന്നത് കുഞ്ഞനന്തന്റെ ഏകോപനമാണെങ്കിൽ നസീറിനെ കൊല്ലാനുള്ള ഏകോപനം തലശ്ശേരി MLA ഷംസീറാണ്. പാളിപ്പോയി. 41-51 ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. ആ നസീറിനെ കൊഞ്ഞനം കാണിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തിയ MLA-യുടെ കാറും MLA-യും ഇന്നും സ്വൈര്യവിഹാരം നടത്തുന്നു. നമ്മളൊരു പദയാത്ര അവിടെ പ്രഖ്യാപിച്ചപ്പോൾ ഷംസീർ MLA മാടപ്പുഴ തൊട്ട് കോടിയേരി പ്രദേശത്തെല്ലാം വീട് കയറിയിട്ട് പറഞ്ഞു, എനിക്കൊന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഞെളിഞ്ഞ് കൊഞ്ഞനം കാട്ടി പോലീസിന്റെ മുമ്പിലൂടെ ആ കാറും ഷംസീറും പോയപ്പോൾ പോലീസ് ആ വാഹനം ഒന്ന് കസ്റ്റഡിയിലെടുക്കാൻ ഏറ്റവും പ്രാഥമികമായ കാര്യം ചെയ്തില്ല. പക്ഷേ നമ്മളവിടെ ഒരു വലിയ പ്രതിഷേധ മാർച്ച് നടത്തി. പിടിക്കാൻ തന്നെയാണ് ഞങ്ങൾ കുറച്ചുപേർ പോകുന്നു. ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ തീരുമാനിച്ച വാഹനം, ഗൂഢാലോചന നടത്തിയ വാഹനം, പൊട്ടി സന്തോഷും രാജേഷും ഷംസീറിന്റെ സന്തത സഹചാരികൾ പറഞ്ഞിട്ടും ആ വാഹനം ഒന്ന് തൊടാൻ, അതിന്റെ അടുത്ത് പോകാൻ പോലീസിന് കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഷംസീർ തലശ്ശേരി RDO പരിസരത്ത് ഒരു ചടങ്ങുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കി നിൽക്കി ആ വാഹനത്തിൽ ഇറങ്ങി അവിടെ ഞെളിഞ്ഞു നിന്നു. ഒന്ന് തൊടാൻ പറ്റിയിട്ടില്ല വാഹനം. എന്നാലും ഇന്നലെ എങ്കിലും വാഹനം കൊടുത്തല്ലോ. നമ്മുടെ മാർച്ചിന്റെ ഒരു ഗംഭീര വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീരുന്നില്ല. ഷംസീറിനെ അറസ്റ്റ് ചെയ്യണം, ഷംസീറിന്റെ മൊഴിയെടുക്കണം. മുന്നോട്ട് നമ്മുടെ MP ഉൾപ്പെടെയുള്ളവരെല്ലാം, COT നസീർ ഇന്നൊരു പാർട്ടിയിലുമില്ല. ഞങ്ങൾ മാർച്ച് നടത്തുമ്പോൾ അവിടെ പലരും ഞങ്ങളുടെ അനൗൺസ്മെന്റ് വാഹനം പോയപ്പോൾ ചോദിച്ചു പോലും, അല്ല നസീർ എപ്പോഴാ കോൺഗ്രസ് ആയത്? ഈ രാജ്യത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസുകാർക്ക് വേണ്ടി മാത്രമല്ല. ഒരു പൗരന് നീതി നിഷേധിക്കപ്പെട്ട, ഒരു പൗരൻ ആക്രമിക്കപ്പെട്ട, ഒരു പൗരനെ കൊല്ലാനുള്ള ശ്രമം വിഫലമായി അയാൾ ജീവിക്കുന്ന രക്തസാക്ഷിയായി നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ആ പൗരന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അത് കോൺഗ്രസ് തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ് COT നസീറിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാനും സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റാനും ഏറ്റവും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കർത്തവ്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട സാജന്റെ ഭരണം തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്. പക്ഷെ അതിനുശേഷവും ആ കുടുംബത്തെ നിരന്തരമായി വേട്ടയാടുക. ആന്തൂരിൽ നമ്മുടെ പദയാത്ര തുടങ്ങുന്ന 13-ാം തീയതി, ജൂലൈ 13-ാം തീയതി രാവിലെ പുറത്തിറങ്ങിയ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് മുഴുവൻ സാജന്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും അധിക്ഷേപിക്കുന്ന അപവാദ പ്രചരണം നടത്തുന്ന ഒരു വാർത്തയായിരുന്നു. ആ വാർത്ത പിന്നെ
സോഷ്യൽ മീഡിയയിൽ CPM-ന്റെ സൈബർ പോരാളികളെ കണ്ടെത്തി. ഇവിടെ ഈ പ്രദേശത്ത് CPM-ന്റെ കേഡേഴ്സ് കള്ളപ്രചരണം വീടുകൾ കയറി നടത്തി. അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോഴും സമർപ്പിച്ചിട്ടില്ല. കണ്ണൂർ DYSP സദാനന്ദൻ, അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP കൃഷ്ണദാസ്, രണ്ടുപേരും കൂടിയാണ് ഈ അപവാദ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ കണ്ണൂരിൽ വെച്ച് പറഞ്ഞതാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃഷ്ണദാസ് മാധ്യമപ്രവർത്തകരെ വിളിച്ചു പറഞ്ഞു, ഇല്ല, സാജന്റെ മരണത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങളും തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. കൺവെൻഷൻ സെന്ററിന് അനുമതി നിഷേധിച്ചതിന്റെ മനംനൊന്നാണ് ആത്മഹത്യ ചെയ്തത്. അത്രയെങ്കിലും പറഞ്ഞ് ആ കുടുംബത്തിനെതിരെ നടത്തുന്ന അപവാദ പ്രചരണം ഒരാശ്വാസം ആ കുടുംബത്തിന് കിട്ടി. ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃഷ്ണദാസ് പറഞ്ഞതുപോലെ ഞങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ആ കുടുംബത്തെ വേട്ടയാടാൻ പോലീസും CPM-ഉം തുനിഞ്ഞാൽ ജനങ്ങളായിരിക്കും പ്രതികരിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇക്കാര്യം നിയമസഭയിൽ അവതരിപ്പിച്ച KC ജോസഫ് MLA അടക്കമുള്ള നേതാക്കന്മാർ അവരും പറയും മറ്റു കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട ഉദ്ഘാടകരും ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇവിടെയുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ആ കുടുംബത്തിന് ആശ്വാസം നൽകണം. ആ കുടുംബം യഥാർത്ഥത്തിൽ പരസ്യമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇനിയും ഞങ്ങളെ ദ്രോഹിച്ചാൽ എനിക്ക് സാജന്റെ വഴിയിലെ പോകേണ്ടി വരും എന്ന് സാജന്റെ പ്രിയ ചെറുപ്പത്തിലെ വിധവയാകേണ്ടി വന്ന പ്രിയപ്പെട്ട സഹോദരി ബീന പറയുകയുണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കണം. ഇനിയും അപവാദ പ്രചരണം അവസാനിപ്പിക്കണം. ഇനിയും പോലീസിന്റെയും CPM-ന്റെയും കള്ളക്കഥകൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാതിരിക്കണം. അതിനുള്ള ഒരു താക്കീതും ആ കുടുംബത്തിനുള്ള ആശ്വാസവുമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവിഷ്കരിച്ച ഈ സ്നേഹ സാന്ത്വന യാത്രയിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത്. തീർച്ചയായിട്ടും ആവേശകരമായി നമ്മുടെ ഈ പ്രദേശത്തെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിലെ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും കൃത്യം 3 മണിക്ക് തന്നെ ഹൈവേ ജംഗ്ഷനിൽ വന്ന് വളരെ അച്ചടക്കത്തോടുകൂടി യാത്രയായി, സ്നേഹ സാന്ത്വന യാത്രയായി അവിടെ വരെ പോയി, സാജന്റെ വീട് വരെ പോയി തിരിച്ചിവിടെ വന്നു. തീർച്ചയായിട്ടും ഏറെ നന്ദിയുണ്ട്. ഈ ജില്ലയിൽ ജനങ്ങൾക്ക് വേണ്ടി, നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഏത് ഘട്ടത്തിലും ആശ്വാസം പകരാൻ, നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്താൻ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ യാത്രകളെല്ലാമായി നമ്മൾ മുന്നോട്ട് പോകുന്നതും ആ യാത്ര പാർട്ടി പ്രവർത്തകന്മാരും അണികളും നേതാക്കന്മാരും വിജയിപ്പിക്കുന്നതും. ഇനിയും നമുക്ക് പോരാട്ടവുമായി മുന്നോട്ട് പോകേണ്ടി വരും. നേരത്തെ കനൽക്കാറ്റുകൾ എന്ന ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു നാടകത്തിലൂടെ അവതരിപ്പിച്ചല്ലോ ഷുഹൈബ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവ സ്നേഹിതൻ. ഇപ്പോഴും തീർച്ചയായിട്ടും ആ കുടുംബത്തെ വേട്ടയാടുകയാണ്. കഴിഞ്ഞ ദിവസം CBI അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ വരുമ്പോൾ ഞാനുമുണ്ട്. ആദ്യത്തെ പടക്കം ഒന്ന് പൊട്ടി. കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി അവർ ആഘോഷിച്ചു, CPM-ന്റെ കശ്മീരന്മാർ ആഘോഷിച്ചു. പക്ഷേ അന്തിമ വിജയം സത്യത്തിനും നീതിക്കുമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർക്കാർ ഖജനാവിൽ നിന്നും സർക്കാർ ഖജനാവ് ദുരുപയോഗം ചെയ്തത് കണക്ക് പ്രകാരം ഇപ്പോൾ വെളിപ്പെടുത്തിയത് 56 ലക്ഷമാണ്. അതല്ല, ഷുഹൈബിന്റെ ഘാതകരെ രക്ഷിക്കാൻ CPM നേതാക്കന്മാർ കേസിന് അകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ ഇടയ്ക്ക് പോയി ഞങ്ങൾ തിരിച്ച് പ്രിയപ്പെട്ട നേതാവ് CK സുധാകരന്റെ നേതൃത്വത്തിൽ തന്നെ സുപ്രീം കോടതി വരെ, പ്രിയപ്പെട്ട സോണിയാജിയുടെ നേതൃത്വത്തിൽ കപിൽ സിബൽ എന്ന പ്രഗത്ഭനായിട്ടുള്ള മുൻ നിയമമന്ത്രിയെ പോലും അദ്ദേഹം കണ്ടു. കോൺഗ്രസ് അധ്യക്ഷ അന്ന് സോണിയാഗാന്ധി ഇടപെട്ടു. അങ്ങനെ കപിൽ സിബൽ അടക്കമുള്ള ഉന്നതരായിട്ടുള്ള അഡ്വക്കേറ്റുമാരാണ് സുപ്രീം കോടതിയിൽ പങ്കെടുത്തത്. പക്ഷെ സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങളാൽ ഹൈക്കോടതിയിൽ വാദം കേട്ട് ഹർജിക്കാർക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് വരാം എന്നുള്ള ഒരു വിധിയാണ് അന്ന് സുപ്രീം കോടതി ഉണ്ടായത്. അത് പ്രകാരം അതിന്റെ എല്ലാം ചുമതല വഹിച്ചുകൊണ്ട് നമ്മുടെ നേതാവ് തന്നെ ആ കേസിന്റെ മേൽനോട്ടവുമായി അദ്ദേഹം സുപ്രീം കോടതിയിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്നു. ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. പക്ഷെ ഈ സർക്കാർ ഖജനാവ് ദുരുപയോഗം ചെയ്യുന്ന ഈ തെറ്റിനെ എതിർക്കാനും അതിനെ ചോദ്യം ചെയ്യുവാനും വരുന്ന 8-ാം തീയതി വ്യാഴാഴ്ച ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കന്മാരും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരും ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ 8-ാം തീയതി രാവിലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരം നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പരസ്യ വിചാരണ ചെയ്തുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, അതിന്റെ തുടക്കം ആ കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മൾ നടത്തുകയാണ്. ആ പരിപാടിയിൽ ഏതാണ്ട് വാഹന സൗകര്യം ഒക്കെ ആയി ഇവിടുന്ന് പോകാനുള്ള പരിമിതികളുണ്ട്. തീവണ്ടിയിൽ പോകാനുള്ള പരമാവധി നേതാക്കന്മാർ
പ്രവർത്തകന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടാനൊക്കെയുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് കൂടുതൽ പ്രവർത്തകന്മാരെ ആ പരിപാടിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എടുക്കാതിരുന്നത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും 8-ാം തീയതി വ്യാഴാഴ്ച അവിടെ നടക്കുന്ന സെക്രട്ടേറിയറ്റിൽ രാവിലെ 10 മുതൽ 12 വരെ നടക്കുന്ന ആ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാൻ ചിലരൊക്കെ ചോദിച്ചു. ഒരു ബ്ലോക്ക് പ്രസിഡന്റ് ചോദിച്ചു, എന്റെ കൂടെ 1-2 പേരെയും കൂടി കൂട്ടിക്കോട്ടെ. തീർച്ചയായിട്ടും ആർക്കും അവിടെ പ്രവേശന തടസ്സമില്ല. ആ പ്രതിഷേധത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ആ വിവരം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് സ്നേഹ സാന്ത്വന യാത്രയുടെ സമാപന ഈ ചടങ്ങിൽ, ഈ പൊതു സമ്മേളനത്തിൽ ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നും കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകന്മാർ, പൊതുസമൂഹം എവിടെയെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടാൽ അതിന്റെ മുന്നിൽ ഇന്നലെ ചാവക്കാട് പോയി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസ് പ്രവർത്തകന്മാർ, പ്രിയപ്പെട്ട നമ്മുടെ കൊല്ലപ്പെട്ട നൗഷാദ്, നമുക്കറിയാം, ഉശിരോടെ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പോരാട്ട വീര്യം പ്രകടിപ്പിച്ച മറ്റു വർഗീയ തീവ്രവാദ ശക്തികൾക്കൊന്നും പ്രവേശനമില്ല എന്ന നിലയിൽ നല്ല ഒരു സാമൂഹിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന ചാവക്കാട് പിന്നയിലെ നൗഷാദ് കൊല്ലപ്പെട്ട അവിടെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി പങ്കെടുത്ത കുടുംബത്തെയെല്ലാം ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി പ്രിയങ്കരനായ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഇവിടെ എത്തിയത്. ഇന്ന് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതായിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് വീണ്ടും നാളെ പാർലമെന്റിൽ അദ്ദേഹത്തിന് പോകേണ്ടതാണ്. പ്രിയപ്പെട്ട KC ജോസഫ് MLA കടുത്ത പനിയായിട്ടും ഇന്നലെ വിളിച്ചപ്പോഴും അദ്ദേഹത്തിന് വരാനുള്ള ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും അദ്ദേഹം ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തി. ഈ പരിപാടി അറിഞ്ഞു ശ്രീമതി സുമാ ബാലകൃഷ്ണനിലൂടെ അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് ഞാനും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ഈ യാത്രയോടൊപ്പം അണിചേരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഷാനിമോൾ ഉസ്മാനും ഇവിടെ പങ്കെടുത്തു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. അങ്ങനെ ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശ്വാസം പകരുന്ന ഈ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇവിടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ആരാധ്യനായിട്ടുള്ള നേതാവ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP അവരുടെ ക്ഷണിക്കും.